ഫൈനാൻസ് പഠിക്കുമ്പോൾ ഈ സിനിമ എന്നൊരു ലക്ഷ്യം മനസ്സിലുണ്ടായിരുന്നു? അതോ? അല്ല, സിനിമ എന്നുള്ളൊരു സങ്കല്പത്തിലാണ് കുറേ കാലമായിട്ട് ഇങ്ങനെ സ്കൂളിൽ പഠിച്ചപ്പോഴും കോളേജിൽ പഠിച്ചപ്പോഴും ഒക്കെ പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോഴെല്ലാം ഇങ്ങനൊരു മനസ്സിൽ ഈ സാധനം ഇട്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വലിയ താല്പര്യം ഇല്ലായിരുന്നു എല്ലാവർക്കും. പക്ഷേ ഞാൻ ഗംഗാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫൈനാൻസ് എന്ന് പറഞ്ഞ ഗംഗാധര സാറിൻ്റെ കീഴിലുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നു ഇവിടെ. അത് അന്ന് KGT ട്രിവാൻഡ്രത്ത് KGTA ഒക്കെ അന്ന് പരീക്ഷ എഴുതി അങ്ങനെ എൻ്റെ ഡിപ്ലോമ കരസ്ഥമാക്കി. അങ്ങനെ എന്നിട്ട് എനിക്ക് ഒരു പേപ്പർ എന്തോ കിട്ടാനുണ്ട്, ഇനിയും കിട്ടിയിട്ടില്ല, ഞാൻ എടുത്തിട്ടില്ല. അത് അതിൻ്റെ ഒരു പോരായ്മ ഉണ്ട്. പക്ഷേ അത് ജോമെട്രി എന്നൊരു സംഭവമാണ്. അത് ഇതിൽ തന്നെ KGTയിലുള്ളതാണ്. പക്ഷേ അത് കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ എൻ്റെ മനസ്സിലുള്ള ചെറിയ ചെറിയ സിനിമ മോഹങ്ങളായിരുന്നു. ആ സിനിമാ മോഹങ്ങളിങ്ങനെ വലുതാക്കി ഓരോരുത്തരെ പരിചയപ്പെട്ടു. പക്ഷേ ആരും സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ കുറേ കാലം നോക്കിയിട്ട് എനിക്ക് നമ്മളൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, സുരേഷ് എന്ന് പറഞ്ഞിട്ട്, സിനി പ്രോപ്സ്, ഇപ്പോൾ സിനി പ്രോപ്സ് ഒക്കെ നടത്തുന്ന ഒരു സുരേഷ് എന്ന് പറഞ്ഞു. നമ്മുടെ ഡിസ്റ്റൻറ്റ് റിലേറ്റീവ് ആണ്. പുള്ളി അടുത്ത് പോയിട്ട് ഇതേമാതിരി പുള്ളിയും സിനിമാ മോഹങ്ങളുമായിട്ട് നടക്കുന്ന കക്ഷിയാണ്. അങ്ങനെ ഞങ്ങളൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു. നാരായണരു അങ്ങനെ കുറേ പേരായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഞങ്ങളിങ്ങനെ സിനിമാ മോഹൻ നടക്കുമ്പോൾ ഒരു സീരിയൽ കിട്ടി. അപ്പോൾ സീരിയൽ സാം മോഹൻ ഡയറക്റ്റ് ചെയ്തൊരു സീരിയൽ സ്മൃതികൾ. അപ്പം ആ സീരിയലിൽ സാമൻ്റെ ചോദിച്ചു നമുക്ക് വർക്ക് ചെയ്യാമോ എന്ന് ചോദിച്ചു. അതിനു മുമ്പ് സുരേഷ് ഒരു സിനിമ എടുത്തു. അത് ഒരു 3 ദിവസത്തെ ഷൂട്ടിങ്ങോട് നിർത്തി കലാസംവിധാനം ചെയ്തിട്ട്. അത് കഴിഞ്ഞ് സ്മൃതികൾ നമ്മൾ അന്ന് 13 എപ്പിസോഡാണ്. അന്ന് അതിൽ കലാസംവിധാനം ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായി. അത് ചെയ്തപ്പോൾ ഈ സാമിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സാമിനും ഇത് സിനിമ സങ്കല്പമായിട്ട് നടന്ന കഴിച്ചത്. സാമ് സിബി സാറിൻ്റെ അസിസ്റ്റൻ്റായിട്ട് ഏതാണ്ട് 8 പടം വരെ വർക്ക് ചെയ്തിട്ട് നിൽക്കുന്ന സമയമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാനത് കണ്ടിന്യൂ ചെയ്ത് ചെയ്യുന്നപ്പോഴാണ് ഇസ്മയിൽ എന്ന് പറഞ്ഞ കക്ഷി, ഞാനിങ്ങനെ സിനിമ ചെയ്യാൻ വേണ്ടി നടക്കുക. അപ്പം സുരേഷിൻ്റെ അവിടെ തന്നെ ആവശ്യമായിട്ട് ചന്ദ്രു എന്ന് പറഞ്ഞൊരു ഡയറക്ടർ വന്നു. അപ്പം പുള്ളി ഒരു വേറെ ആർട്ട് ഡയറക്ടർ വെച്ചിരിക്കുക പടത്തിന്. അപ്പം എൻ്റെ അടുത്ത് ചോദിച്ചു, അത് ചെയ്യാമോ, തനിക്ക് ചെയ്യാമോ പടം എന്ന് ചോദിച്ചു. ഞാൻ ധൈര്യമായിട്ട് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് 1990 എൻ്റെ ആദ്യത്തെ സിനിമയായ കുറ്റപത്രം എന്ന് പറഞ്ഞ സുരേഷ് ഗോപി ചിത്രം ഞാൻ വർക്ക് ചെയ്യുന്നു. അല്ല, പുള്ളി വിശ്വാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി വേറെ ആർട്ട് ഡയറക്ടർ വച്ചിരുന്നു. ആ പുള്ളി സമയത്തിന് വന്നില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് കിട്ടിയത് ഒരു ഭാഗ്യമാണ്. അപ്പോൾ പിന്നെ എനിക്കുള്ള ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആരുടെയും കൂടെ അസിസ്റ്റൻ്റായിട്ട് പോയിട്ടില്ല എന്നുള്ളതാണ്. നേരെ ജനിച്ചപ്പോൾ തന്നെ കലാസംവിധാനം എന്ന് പറഞ്ഞ രീതി എന്ന് പറഞ്ഞ പോലെ ആദ്യമേ തന്നെ കലാസംവിധാനത്തിലോട്ട് അങ്ങനെ കയറി. അങ്ങനെ അതിൽ ആ പടം ഒരുവിധം തരക്കേടില്ലാത്ത പോയതാണ്. സുരേഷ് ഗോപി അഭിനയിച്ച് ചരങ്ങാട്ട് ഫിലിംസ് ആണെന്ന് തോന്നുന്നത് ഡിസ്ട്രിബ്യൂഷൻ. 1990 എൻ്റെ ഫസ്റ്റ് പടം. അത് കഴിഞ്ഞിട്ട് എനിക്ക് നിൽക്കേണ്ടി വന്നിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഇസ്മയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ക്യാമറമാൻ. പുള്ളി അനിൽ ബാബുവിനെ പരിചയപ്പെടുത്തുന്നു. അങ്ങനെ അനിൽ ബാബുവിൻ്റെ നിരവധി ചിത്രങ്ങൾ ചെയ്യാൻ പറ്റി. അപ്പോഴൊക്കെ ഷാജി കൈലാസ് പടം ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഓരോ പടം പ്ലാൻ ചെയ്യും, നടക്കാതെ പോകും, അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്താണ്. പിന്നെ ഷാജിയായിട്ട് എനിക്ക് പരിചയമുണ്ട്. ഷാജിയെ മിക്കവാറും നമ്മൾ കാണാറുണ്ട്, ഹോട്ടൽസിലൊക്കെ വെച്ച് കാണാറുണ്ട്. അപ്പോൾ ഷാജിയായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഷാജി ഒരു ദിവസം ഇങ്ങനെ പല പ്രാവശ്യം കാണുമ്പോഴെല്ലാം അവസാനം ഷാജി കൂട്ടുകെട്ടിൽ പോയി ചേർന്നു. അങ്ങനെ ഷാജിയുടെ ഏതാണ്ട് 33 പടങ്ങൾ ചെയ്യാൻ പറ്റി. വലിയ ഭാഗ്യം തന്നെയാണ്. കാരണം ഈ രംഗത്ത് പ്രശസ്തനായ ഒരു വ്യക്തിയാണല്ലോ അദ്ദേഹം. ഷാജി കൈലാസ്, പിന്നെ റാഫി മെക്കാട്ടിൻ്റെ തന്നെ 3-4 പടം 5-6 പടം ചെയ്യാൻ പറ്റി. ജോഷി സാറിൻ്റെ കൂടെ ചെയ്തു, സിബി മലയിലിൻ്റെ കൂടെ ചെയ്തു. അങ്ങനെ നിരവധി ഡയറക്ടേഴ്സിനൂടെ ചെയ്യാനുള്ള ഭാഗ്യം കിട്ടി. അതൊരു വലിയ ദൈവാധീനം എന്ന് തന്നെ പറയാം. ഇപ്പം നമ്മളൊരു 3-4 വലിയ സംവിധായകരുടെ പേര് പറയും. ഷാജി കൈലാസ്, ഷാജിയൻ കരുൺ, റാഫി മെക്കാട്ടിൻ, കമലഹാസൻ്റെ കൂടെ വരെ ചെയ്തിട്ടുണ്ടല്ലേ? കമലഹാസൻ്റെ പടം ചെയ്യാൻ പറ്റിയ ഭാഗ്യം എന്ന് പറയുന്നത് അത് നമ്മുടെ സാബു, പഴയൊരു റൈറ്ററുണ്ട്, പുള്ളിയുടെ കെയർ ഓഫിലാണ് എനിക്കത് കിട്ടിയത്.
അപ്പം അതങ്ങനെ ആ പടം ചെയ്യാൻ വേണ്ടി പോയിട്ട് സാധാരണ കമലഹാസൻ്റെ പടം ഫുള്ള് ഒരു ആർട്ട് ഡയറക്ടർ ചെയ്യാറില്ല എന്നാണ് പണ്ടൊക്കെ പറയണത്. പക്ഷേ എന്തോ പുള്ളിയായിട്ട് എനിക്ക് ഭയങ്കര ലിങ്കായിരുന്നു. ആ പടം ചാച്ചി ചസു ബീസ് എന്ന് പറഞ്ഞ ഔഷ് ഷൺമുഖി എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഹിന്ദിയാണ്. അത് ചെയ്യാനുള്ള ഒരു ഭാഗ്യമുണ്ടായി. അത് നല്ല രീതിയിൽ തീർത്തു. പക്ഷേ 100 ദിവസത്തിന് മുകളിൽ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. ഇവിടുന്ന് നമ്മൾ നേരെ ചെന്നൈ പോയി, ചെന്നൈയിൽ നിന്ന് ബോംബെ പോയിട്ട് ശന്തനു ഷവോരി എന്ന് പറഞ്ഞ ഡയറക്ടറായിരുന്നു. പുള്ളി ഗോളിയർ ഷൂട്ടിങ്ങിൻ്റെയൊക്കെ പരസ്യം പണ്ട് എടുക്കുന്ന കക്ഷിയായിരുന്നു. പുള്ളി നല്ല ഡയറക്ടറായിരുന്നു. പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് തന്നെ ഭയങ്കര ഭാഗ്യം. എന്താ വെച്ച് കഴിഞ്ഞാൽ കളർ കോമ്പിനേഷനെ പറ്റിയൊക്കെ മനസ്സിലാക്കുന്നത് കൂടുതലും ആ ഹിന്ദി പടങ്ങൾ ചെയ്യുമ്പോഴാണ്. നമ്മുടെ മലയാള പടത്തിൽ സാധാരണ കളർഫുള്ളാണ് ഏറ്റവും കൂടുതൽ വയ്ക്കുന്നത്. പക്ഷേ അവരൊക്കെ ഈ ആഡൊക്കെ ചെയ്ത് വന്നതുകൊണ്ട് അവർ ആ കളർ കോമ്പിനേഷനിലാണ് വർക്ക് ചെയ്യുന്നത്. സിനിമയിൽ സത്യം പറഞ്ഞാൽ 2 രീതിയിലാണ് ഉള്ളത് ഈ കലാസംവിധാനത്തിൻ്റെ സംഭവം എന്ന് പറയുന്നത്. കളേഴ്സിനെ പറ്റി പറയുമ്പോഴത്തേക്ക് സിനിമയിൽ പുതിയ തലമുറകൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്. 2 സംഭവമാണ്. ഒന്ന് കളർ കോമ്പിനേഷൻ, പിന്നെ കളർഫുൾ. നമ്മൾ കൂടുതലും ഇവിടെ മലയാള പടത്തിൽ ഉപയോഗിക്കുന്നത് കളർഫുള്ളാണ്. കളർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു മുറി സെറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ കളറ് ഇപ്പോൾ ബ്ലൂ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ബ്ലൂ ആയിരിക്കണം, അതിൻ്റെ ലാംപ് ഷെയ്ഡ് ബ്ലൂ ആയിരിക്കണം, അതിൻ്റെ ഷീറ്റ് ബ്ലൂവിൻ്റെ ഒരു ടോണായിരിക്കണം. അങ്ങനെ എല്ലാ മെറ്റീരിയൽസും അതുമായിട്ട് ബന്ധപ്പെട്ട ടോൺസുകളായിരിക്കണം. ഗ്രേ ആവാം, ബ്ലൂ ആവാം, ബ്ലാക്ക് ആവാം. അങ്ങനെ ഒരു കോമ്പിനേഷനിലായിരിക്കും നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ യെല്ലോ ആണെങ്കിൽ യെല്ലോയുടെ പ്രോപ്പർട്ടീസ് ആയിരിക്കും വയ്ക്കുന്നത്. യെല്ലോ ബെഡ്ഷീറ്റ്. നമ്മളെ പരസ്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ബ്ലൂയിഷ് ഗ്രേ ടോണാണ് യൂസ് ചെയ്യുന്നത്. ഫോറിൻ ഫിലിംസിലും ഏറ്റവും കൂടുതൽ അവർ കളർ കോമ്പിനേഷൻ ഉപയോഗിക്കുന്നത് ബ്ലൂയിഷ് ഗ്രേ ആണ്. ബ്ലൂയിഷ് ഗ്രേ ആണ് ഒരു റിച്ച്നെസ്സിൻ്റെ കോമൺ സെറ്റപ്പ് എന്ന് പറയുന്നത്. കമലഹാസൻ നടനുള്ള ആള് ക്യാമറയ്ക്ക് പിന്നിലേക്ക് ഒരു ഡയറക്ടറായിട്ട് വരുമ്പോൾ ഡയറക്ടറായിട്ട് വരുമ്പോൾ പുള്ളി ഔഷ് ഷൺമുഖിൽ മേക്കപ്പ് തന്നെ ഏതാണ്ട് 3-4 മണിക്കൂറാണ് രാവിലെ എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പുള്ളി വന്നു കഴിയുമ്പോഴത്തേക്ക് ഇല്ല അത് ബാരി കൂപ്പർ എന്ന് പറഞ്ഞൊരു ഫോറിൻ മേക്കപ്പ് മാനാണ്. ശ്വാസാനഗറിൻ്റെ മേക്കപ്പ് മാനായിരുന്നു പുള്ളി. ശ്വാസാനഗറിൻ്റെ മേക്കപ്പ് ആയിരുന്നു. അപ്പോൾ പുള്ളി ഏതാണ്ട് ഇത്ര വലിയ വണ്ണമുള്ള ഒരാൾ കക്ഷിയാണ്. പുള്ളിക്ക് വേണ്ടി ഒരു ചെയർ തന്നെ സ്റ്റൂൾ തന്നെ നമ്മൾ ചെയ്തു കൊടുത്തു ഇരിക്കാനൊക്കെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് സാധാരണ കസേര ഇരിക്കാൻ പറ്റില്ല. വെയിറ്റ്. പുള്ളി തന്നെ 3 മണിക്കൂർ എടുത്താണ് കമൽ സാറിന് മേക്കപ്പ് ചെയ്യണത്. ഈ ലേഡി ഗെറ്റപ്പ് ഉണ്ടാകുന്നത്. ഈ ലേഡി ഗെറ്റപ്പ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ പട്ടൺ റഷീദ് ഉണ്ടായിരുന്നു പുള്ളിയെ സഹായിക്കാൻ വേണ്ടിയിട്ട്. ഞാനും പട്ടൺ റഷീദുമാണ് മലയാളത്തിൽ നിന്നുണ്ടായിരുന്ന 2 ടെക്നീഷ്യൻസ്. അപ്പം ഈ കമൽ സാറിൻ്റെ കൂടെ ഈ ഇത് കഴിയുമ്പോഴത്തേക്ക് ഒരു 2:30-3 മണി സംബന്ധിച്ച് നമ്മൾ സെറ്റ് ഇട്ടിരിക്കുന്നതിനടുത്ത് തന്നെ ഫുൾ AC സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ AC-യിൽ നിന്നിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഈ കോസ്മെറ്റിക് ഈ മേക്കപ്പ് എന്ന് പറയുന്നത് ഇത് മറ്റേ റബ്ബറൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്നൊരു സാധനമാണ്. അങ്ങനെ പറഞ്ഞെങ്കിലേ അറിയാവൂ. അപ്പം ആ മേക്കപ്പിലാണ് ആയതുകൊണ്ട് ഈ 2:30-3 മണിയാകുമ്പോഴത്തേക്ക് മേക്കപ്പ് ഇവിടെ മുതൽ ഇളകി തുടങ്ങും. അപ്പോഴും പുള്ളി അത് റിമൂവ് ചെയ്തിട്ട് ഷൂട്ടിംഗ് ഡയറക്ടറായിട്ട് മാറും. ഈ ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുമ്പോഴത്തേക്ക് പുള്ളി കുഴപ്പമില്ല. ക്യാമറയ്ക്ക് പിന്നിൽ നിൽക്കുമ്പോഴത്തേക്ക് പുള്ളി ഭയങ്കര ചൂടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എനിക്ക് തോന്നുന്നു സിനിമയോടുള്ള ഡെഡിക്കേഷനാണ്. ആ ഡെഡിക്കേഷൻ ഉള്ളതുകൊണ്ടാണ് പുള്ളിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റണമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ആവാൻ പറ്റുന്നത് ദേഷ്യമാണ് പുള്ളി. പക്ഷേ പുള്ളിയുടെ കൂടെ ഉള്ള എല്ലാം മലയാളീസാണ്. പുള്ളിയുടെ ഡ്രൈവർ മലയാളി, മേക്കപ്പ് മലയാളി, എല്ലാവരും മലയാളീസാണ്. അപ്പോൾ എന്നാലും പുള്ളി ഈ ക്യാമറയുടെ മുന്നിലെത്തുമ്പോഴത്തേക്ക് പിന്നിലെത്തുമ്പോൾ പുള്ളിയുടെ സ്വഭാവം മാറും. എന്ന് വെച്ചാൽ എല്ലാ കാര്യത്തിലും ഇപ്പം ഞാനൊരു പൈപ്പിൽ കൂടെ കയറിപ്പോകുന്ന സംഭവമുണ്ട്. പുള്ളി പൈപ്പിൽ കൂടെ കയറിപ്പോകുന്ന ഒരു സംഭവമുണ്ട് മുകളിലെത്തുന്ന നിലയിൽ. അപ്പോൾ പൈപ്പ് ഫിറ്റ് ചെയ്ത് വെൽഡ് ചെയ്ത് പിടിപ്പിച്ച് വെച്ചിരിക്കുക. പുള്ളി വൈകുന്നേരം ഒരു രാത്രി 11 മണിയായപ്പോഴത്തേക്ക് പുള്ളി വണ്ടി എടുത്ത് അവിടെ വന്ന് ഈ പൈപ്പ് കൂടെ ഏറ്റവും മുകളിൽ കയറിപ്പോയി. അതാണ് പുള്ളിയുടെ ഡെഡിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മളൊരു ആർട്ടിസ്റ്റിനില്ല. അത് പുള്ളി പ്രൊഡ്യൂസ് ചെയ്യുന്ന പടമാണ്, പുള്ളി അഭിനയിക്കുന്ന പടമാണ്, എല്ലാമാണ്. പക്ഷേ ഈ പൈപ്പ് ചെക്ക് ചെയ്യാൻ വേണ്ടി നാളെ രാവിലെ ലേഡി ഗെറ്റപ്പിൽ വന്നിട്ട് ആ പൈപ്പിൽ കൂടെ കയറി ഇറങ്ങി വരുന്ന സംഭവമുണ്ട്. അപ്പോൾ അതുകൊണ്ട് പുള്ളി രാത്രി 12 മണിക്ക് ഈ പൈപ്പിൽ കൂടെ കയറി കുശാദാസ് ഗാർഡൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് സെറ്റ് ഇട്ടിരിക്കുന്നത്. സ്ട്രീറ്റും അതിൻ്റെ റൂമുകളും എല്ലാം സെറ്റ് ഇട്ടിരിക്കുന്ന അവിടെയാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ പുള്ളി വലിഞ്ഞു കയറി അത് ചെക്ക് ചെയ്തിട്ടാണ് രാവിലെ വന്നിട്ട് പുള്ളി കൂളായിട്ട് കയറിപ്പോയി.
നമ്മളൊരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ ഡ്യൂപ്പൊന്നുമില്ല, പുള്ളി നേരിട്ട് ചെയ്തതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 നില വരെ പൈപ്പിട്ടിരിക്കുക. അയ്യോ. 3 നില വരെ പൈപ്പിട്ടിട്ട് 3ാമത്തെ നിലയിലാണ് പുള്ളി ചാടുന്നത്. അപ്പോൾ അത്രയും പുള്ളി ഡെഡിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ രാത്രി 11 മണിക്ക് പുള്ളി എന്നെ വിളിച്ച് പറഞ്ഞു ഞാനവിടെ വരുന്നുണ്ട് പൈപ്പ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി വരണം. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്കും കോൺഫിഡൻസ് ആയി, അതാണ് മെയിൻ സംഭവം. നമുക്കൊരു കോൺഫിഡൻസ് ആയി. പുള്ളി വന്ന് ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ നാളെ രാവിലെ വന്നിട്ട് പുള്ളി എന്തെങ്കിലും കാരണവശാൽ ഇളകി വരികയോ എന്തെങ്കിലും പ്രശ്നമായി കഴിഞ്ഞാൽ പ്രശ്നമില്ല. അപ്പോൾ അത് പുള്ളി ആ കാര്യത്തിലൊന്നും ഒരു റോപ്പിടെ അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല. ഇപ്പോഴത്തെ ഒരു ആർട്ടിസ്റ്റും അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇപ്പോഴും പിന്നെ ദേഷ്യം വരുന്നതെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഡെഡിക്കേഷൻ കൊണ്ടായിരിക്കും. ഒരു ചെറിയ നിസ്സാര കാര്യത്തിന് വരെ. പക്ഷേ എൻ്റെ അടുത്ത് അങ്ങനെ ചൂടായിട്ടില്ല. എൻ്റെ അടുത്ത് ആകപ്പാടെ ചൂടായിട്ടുള്ളത് ഒരു VCR കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ചൂടായതാണ്. അന്ന് VCR ആണ്, കാസറ്റാണ്. ഇന്നത്തെ പോലെ DVD പ്ലെയർ അങ്ങനെയുള്ള സാധനമല്ല. അപ്പോൾ അന്ന് ആ DVD കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളി എൻ്റെ കുറ്റമല്ല, അത് ഒരു മാനേജർ എടുത്തുകൊണ്ടിരാന്ന് പറഞ്ഞിട്ട് വരാൻ ലേറ്റായത് കാരണം ഉള്ള പ്രശ്നമാണ്. എന്ന് വെച്ചാൽ ടബുവിന് അന്ന് ഒരു ദിവസത്തെ ഉച്ചയ്ക്ക് മേലെ കുറച്ച് സമയം മാത്രമേ സമയമുണ്ടായിരുന്നു. അപ്പോൾ ആ സീൻ തീർക്കണം. അപ്പം ആദ്യം ശന്തനു ഷവോരി ആയിരുന്നാലും പിന്നെ അത് കമൽ സാർ അങ്ങ് ഏറ്റെടുക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്യാനുള്ള എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. 420 എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അവിടുത്തെ ചാസോ ബീസ് എന്നുള്ളൊരു കൺസെപ്റ്റായിരിക്കും.